Hi all, welcome to my new video. So today we are going to Kannur for a daylight trip. ഒത്തിരി കാലമായി ഈ ഒരു ട്രിപ്പ് പോകണമെന്ന് വിചാരിക്കുന്നു. ടു സീ ദ പ്ലേസസ് ഇൻ കണ്ണൂർ. കണ്ണൂർ നിറയെ തവണ പോയിട്ടുണ്ട്, പക്ഷെ അവിടുത്തെ സ്ഥലങ്ങളൊന്നും അധികം കാണാൻ പറ്റിയിട്ടില്ല. 6:45 ട്രെയിനിലായിരുന്നു നമ്മൾ പോയത്. ഒരു 9:30 ആകുമ്പോൾ നമ്മൾ കണ്ണൂർ എത്തി. സോ ഫസ്റ്റ് വി വെൻ ടു പ്രേമ കഫേ. പ്രേമ കഫേ ഒരുപാട് യൂട്യൂബ് ചാനൽസിൽ റിവ്യൂസ് കണ്ടിട്ടാണ് അവിടെ വരെ പോയത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ മാർക്കറ്റ് റോഡ്, 600 to 700 meters ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ. അവിടെ പോയിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ സ്റ്റൂ, മട്ടൺ മപ്പാസും അപ്പവും നെയ്പ്പത്തലൊക്കെയാണ്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് മാർക്കറ്റ് റോഡിലോട്ട് തന്നെ വന്നു. അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ കണ്ണൂർ ഫോർട്ടിലോട്ടാണ് പോയത്. അതൊരു 3 kilometers ഉണ്ടായിരിക്കും ഫ്രം റെയിൽവേ സ്റ്റേഷൻ. ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമേ എൻട്രി ഉള്ളൂ. അവിടുത്തെ പോലീസൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. കണ്ണൂർ ഫോർട്ട് 15th centuries ബിൽഡ് ചെയ്യുന്നത് ബൈ പോർച്ചുഗീസ്. അത് മലബാർ മിലിറ്ററിയൻസിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു ഈ ഒരു ഫോർട്ട് ബിൽഡ് ചെയ്യുന്നത്. അതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് മാത്രമല്ല, ഇവിടെ ഒരുപാട് വെഡ്ഡിങ് ഷൂട്ട്സും സിനിമ ഷൂട്ട്സും ഒക്കെ നടന്നിട്ടുണ്ട്. സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഇതുപോലത്തെ ജയിൽ ടൈപ്പ് ബിൽഡിങ്സ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. പിന്നെ കുറേ പീരങ്കികളുടെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ടൈം മാത്രം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. കുറച്ച് അധികം വെയിലും നല്ല ചൂടും ഒക്കെ ഉണ്ടായിരുന്നു. എത്രയും ഓപ്പൺ ഏരിയ അല്ല, അതുകൊണ്ടായിരിക്കും. ഈ ഒരു സ്പോട്ട് കണ്ടാൽ ചിലപ്പോൾ ചിലവർക്കൊക്കെ മനസ്സിലാവുണ്ടായിരിക്കും, നമ്മളെ മലയാളം ഫിലിംസിലെ ഒരുപാട് സോങ്സ് ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ കാണിച്ച ആ ഒരു കടലിൻ്റെ സൈഡിൽ ആ വ്യൂ സൂപ്പറാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും വരുമ്പോൾ കുടയൊക്കെ ആയിട്ട് വരിക. പിന്നെ ഈ ഒരു കാണുന്ന കൊച്ചു പാർക്കും ഉണ്ട് അതിൻ്റെ സൈഡിൽ. എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഫോർട്ട് എന്ന് പറയുന്നത്. 20 rupees ആണ് കേട്ടോ ഇതിലോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത്. ഫോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നെക്സ്റ്റ് കണ്ണൂർ ലൈറ്റ് ഹൗസിലോട്ടാണ് പോയത്. അത് പയ്യാമ്പലം ബീച്ചിൻ്റെ അതേ റൂട്ട് തന്നെയാണ് കേട്ടോ. 1:30 ആയിരുന്നു നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർക്കപ്പോൾ ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. 2 o'clock ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ചെറിയൊരു സിറ്റിംഗ് സ്പേസിലോട്ട് വീണ്ടും ടിക്കറ്റ് എടുത്തിട്ട് കയറിയിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടുത്തെ വ്യൂ എല്ലാം കണ്ടു, കഥയൊക്കെ പറഞ്ഞു, ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴത്തേന് ആക്ച്വലി ലേറ്റായി പോയി കേട്ടോ. പിന്നെ ഒരു 2:30 ആകുമ്പോൾ തിരിച്ച് വന്ന് കൗണ്ടറിൽ പോയിട്ട് 20 rupees വീണ്ടും ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടിയുള്ള ടിക്കറ്റൊക്കെ എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആകെ 2 kilometers ഉള്ളൂ കേട്ടോ ഞങ്ങളവിടുത്തെ ലൈറ്റ് ഹൗസിലോട്ട്. പക്ഷേ ഞങ്ങൾ ആരും ഇതുവരെ അതിൻ്റെ മുകളിൽ കയറി കണ്ടിട്ടില്ല. ഒന്നാമത് എനിക്ക് തോന്നുന്നു അന്നൊന്നും അതിനുള്ള എൻട്രി ഇല്ലായിരുന്നു. സ്കൂളിലെല്ലാം പോകുമ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് കൂടെ തന്നെയായിരുന്നു പോയിരുന്നത്. പക്ഷേ ഇതുവരെ അതിൽ കയറിയിട്ടോ അന്വേഷിച്ചിട്ടും ഇല്ല അതിലെങ്ങനെ കയറാൻ പറ്റുമെന്നൊക്കെ. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. കണ്ണൂർ വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറാൻ പോകുന്നത്. ഈ ഒരു സ്റ്റെപ്സിലൂടെയാണ് കേട്ടോ നമ്മൾ മുകളിലോട്ട് പോകേണ്ടത്. ഇതന്നെ അറൗണ്ട് ഒരു 3 rounds ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ മുകളിലെത്തും. എത്തിക്കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ഈ ഒരു സ്റ്റെപ്സ് കണ്ടപ്പോൾ നമ്മൾ പേടിച്ചു പോയി. പക്ഷേ എന്തോ നമ്മൾ എങ്ങനെയൊക്കെ കയറിയിട്ട് ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ട്, അതിലൂടെ വേണം നമ്മൾ പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട്. ലൈറ്റ് ഹൗസിൻ്റെ അവിടെ ഒരു 10 minutes ഒക്കെ കേട്ടോ അലൗഡ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവർ നമ്മളോട് പറയും പോകാൻ വേണ്ടി പറയും. പിന്നെ യങ്സ്റ്റേഴ്സിനായിരിക്കും ഇങ്ങനത്തെയൊക്കെ കയറാൻ ആക്ച്വലി ഈസി ഉണ്ടായിരിക്കാം. ഏജായവർക്ക് ആ ഒരു കോണി കയറാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. സോ എല്ലാവരും കണ്ണൂർ വരുമ്പോൾ ഈ ഒരു സ്പോട്ട് മറക്കണ്ട. ലൈറ്റ് ഹൗസ് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ. ലൈറ്റ് ഹൗസ് എല്ലാം കണ്ടിറങ്ങിയപ്പോഴത്തേന് ഏകദേശം ഒരു 3 o'clock ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പയ്യാമ്പലം ബീച്ചിലോട്ടാണ് പോകേണ്ടത്. പിന്നെ നമുക്ക് ഫുഡും കഴിക്കണം. സോ പയ്യാമ്പലം ബീച്ചിലോട്ട് നമുക്കൊരു ഓട്ടോ കിട്ടി കേട്ടോ. ഒരു 4 to 5 kilometers ഉള്ളത്. പിന്നെ ഈ നേരത്തെ കാണിച്ചില്ലേ അതിലുള്ള വീടുകളൊക്കെ നമ്മൾ ഏതൊക്കെയോ സിനിമകളിൽ കണ്ട മാതിരി ഉണ്ട്. ബീച്ചിൽ 1-2 ഫുഡ് സ്പോട്ട്സ് കണ്ടിട്ടോ. അതിൽ ബേ ഫോർ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ആദ്യം കയറിയത്. കണ്ണൂർ വരുമ്പോൾ എപ്പോഴും കല്ലുമ്മക്കായ് ബിരിയാണി ട്രൈ ചെയ്യണം എന്നാണ് എല്ലാ യൂട്യൂബേഴ്സും പറയുന്നത്. സോ ഞങ്ങൾ അവിടെ പോയി കല്ലുമ്മക്കായ് ബിരിയാണി ചോദിച്ചു. പക്ഷേ എന്തോ ടൈം ലേറ്റ് ആയതുകൊണ്ടും നമ്മുടെ അൺലക്ക് കാരണം അവിടെ ബിരിയാണി ഇല്ലായിരുന്നു കേട്ടോ. സോ വന്ന അതേ സ്പീഡിൽ നമ്മൾ തിരിച്ചിറങ്ങി വീണ്ടും ഒരു ഓട്ടോ എടുത്ത് കണ്ണൂർ മാർക്കറ്റിലോട്ട് വിട്ടു. അവിടെയാണ് അറഫ റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഇതൊരു കൊച്ചു കടയാണ്. യൂട്യൂബിലെല്ലാം ഈ ഒരു കടയ്ക്ക് ഭയങ്കര ഫാൻസാണ് കേട്ടോ. ഈ കടയുടെ മുകളിലാണ് ഫുഡ് കൊടുക്കുന്നത്. ഒരു കൊച്ചു സ്പേസാണ്, കുറച്ച് പേർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ കല്ലുമ്മക്കായ് ബിരിയാണിയും പിന്നെ ഒരു ബീഫ് റോസ്റ്റും ആണ് കേട്ടോ പറഞ്ഞത്. ബിരിയാണി ആവറേജ് ആണ്. യൂട്യൂബേഴ്സ് എല്ലാം പറയണ പോലത്തെ ഹൈപ്പൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ ബീഫ് സൂപ്പറായിരുന്നു.
അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ കണ്ണൂർ കോക്ടെയിൽ കുടിക്കാനാണ് കേട്ടോ പോയത്. അത് റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നടന്ന വഴിക്ക് നമ്മൾ ഏതൊക്കെയോ കട കണ്ടു, അതിൽ കയറി പർച്ചേസിംഗ് ഒക്കെ തുടങ്ങി. അതുകൊണ്ട് തന്നെ കണ്ണൂർ കോക്ടെയിൽ നമുക്ക് മിസ്സായി. അത് കഴിഞ്ഞ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ട്രെയിൻ വരേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൂർ വരുന്നവർ ഈ ഒരു സ്പോട്ട്സൊക്കെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കൂടി ചെയ്യാം. സോ സീ യു മൈ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.